ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിൽ 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കാനാൻകാരിയുടെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. യഹൂദ മതവംശത്തിൽപ്പെട്ട വ്യക്തിയല്ലാതിരിക്കെ കാനാൻകാരിയായ ഒരുവൾ ഈശോയോട് തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യഹൂദ മതവിഭാഗങ്ങളുടെ ഇടയിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ് താൻ എന്ന കൃത്യമായ അവബോധം, യഹൂദ വംശത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് കടന്നു വന്നവനാണ് താൻ എന്ന വ്യക്തമായ തിരിച്ചറിവ് ഈശോ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈശോ അല്പം നിശ്ചിതമായ ഭാഷയിലാണ് ആ സ്ത്രീയോട് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടുന്ന് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. നായ്ക്കളോട് ഈ കാനാൻകാരിയെ ഈശോ തുല്യപ്പെടുത്തി. യഹൂദ വംശമേ അതോ ഉന്നതമായ വംശമാണെന്നും മറ്റുള്ളവരൊക്കെ ജാതീയമായ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ താഴ്ന്ന കൊല്ലത്തിൽപ്പെട്ടവരാണെന്നുമൊക്കെയുള്ള ഒരു ചിന്ത യേശുവിൻ്റെ നാവിലൂടെ പുറത്തു വരുന്നത് അത്ര സുഖകരമാണ് എന്ന് നമുക്കും ഒരുപക്ഷെ തോന്നിയെന്ന് വരില്ല. പക്ഷെ ഇവിടെ ഗൗരവമർഹിക്കുന്ന പരാമർശം ഈ കാനാൻകാരിയുടെ പ്രതികരണമാണ്. അവൾ അതിനെ പ്രതികരിക്കുകയോ എതിർക്കുകയോ മാനനഷ്ട കേസ് കൊടുക്കുകയോ അല്ല ചെയ്തത്. കാരണം അവളുടെ ആവശ്യം വിജാതീയ വംശത്തിൽപ്പെട്ട താൻ യഹൂദരെക്കാളും മുകളിലാണ് എന്ന് സ്ഥാപിക്കുകയായിരുന്നില്ല. അവളുടെ കുഞ്ഞിൻ്റെ സൗഖ്യമായിരുന്നു അവളുടെ ലക്ഷ്യം. അതുകൊണ്ട് അവൾ ഈശോയോട് പറഞ്ഞു, പിതാവേ, മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഇത് കേട്ട ഈശോ ഇവളുടെ പ്രതികരണത്തിൽ അത്ഭുതപ്പെട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, ഈ സ്ത്രീയുടെ വിശ്വാസം ഏറെ വലുതാണ്. ഈശോ അതിനെ വളരെയേറെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഈശോ അവളുടെ പുത്രിയെ സൗഖ്യമുള്ളവളാക്കി മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രീതിക്ക് നമ്മൾ പാത്രീഭൂതരാകാൻ ഏറെ ഒരുക്കത്തിൻ്റെയോ ഏറെ മാനസികമായ തയ്യാറെടുപ്പിൻ്റെയോ ആവശ്യമൊന്നുമില്ല. ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുക. അവനാണ് സകലത്തിൻ്റെയും ഉടയവനെന്ന് ഏറ്റുപറയുക. അവൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും പഠനങ്ങളും അത് മഹത്തരമാണ് എന്ന് കരുതി ഉൾക്കൊള്ളാനും അനുസരിക്കാനും തയ്യാറാവുക. ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി അതാണ്. ഈ കാനാൻകാരി പറഞ്ഞതുപോലെ തന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന അവസരങ്ങളെ പോസിറ്റീവായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ സ്ത്രീക്ക് ഈശോയ്ക്ക് നേരെ പ്രതികരിക്കാമായിരുന്നു. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കള്ളക്കേസ് കൊടുക്കാം, മാനനഷ്ട കേസ് കൊടുക്കാം. പക്ഷെ അവളുടെ ആവശ്യം തൻ്റെ സൗഖ്യം, തൻ്റെ മകളുടെ സൗഖ്യമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം ചൊരിയണമെന്നത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ പരീക്ഷകൾ ജയിക്കണമെന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി തരപ്പെടണമെന്ന്, വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാകണമെന്ന്, ഒരുക്കങ്ങൾ പൂർത്തിയാകണമെന്ന്, വേഗത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കണമെന്ന്, നമ്മുടെ രോഗങ്ങളും കടബാധ്യതകളും വിട്ടുപോകണമെന്ന് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ആ ഉദ്ദിഷ്ട കാര്യം സാധിക്കുക എന്നതാണ്. അതിനിടയിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളും ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ ഉയർത്തി ദൈവവും നമ്മളും നമ്മുടെ ബന്ധത്തിൽ കലർത്താതിരിക്കാൻ വേണ്ടി, വിഷം ചീറ്റിക്കാതിരിക്കാൻ വേണ്ടി, അപവാദങ്ങൾക്ക് ഉടമകളാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കണ്ടേ. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ തീരണമെങ്കിൽ നമുക്ക് കരണീയമായിട്ടുള്ളത് അവനെ ഏറ്റുപറയലാണ്, അവനെ വിശ്വസിക്കലാണ്, ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ അവനെ അനുധാവനം ചെയ്യുക എന്നുള്ളത്. ഈശോയുടെ പദ്ധതിയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. സകലത്തിനെയും ഉടയവൻ അവിടുന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അവിടുത്തെ പക്കലാണ്. അവിടുന്ന് നമുക്ക് നൽകുന്ന എല്ലാം ദാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ എളിമപ്പെടുത്തുവാനും
ദൈവാനുഗ്രഹത്തിന് മക്കളായിട്ട് തീരാനും നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.